എൽ ഡി എഫിനും യു ഡി എഫിനും വേണ്ടി കേരള കോൺഗ്രസുകൾ നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലം. എൻ ഡി എയിൽ ബി ഡി ജെ എസ് ആണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ തോമസ് ചാഴിക്കാടൻ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുമ്പോൾ കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് മാണി ഇടതുമുന്നണിയിലെത്തിയതോടെ ആ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുകയാണ്. നമുക്ക് ആദ്യം സ്ഥാനാർത്ഥികളുടെ പ്ലസ് പോയിൻറ്റും മൈനസ് പോയിൻറ്റും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കൊപ്പം ഉള്ളത് എയ്ഡത്തിൻ്റെ ചീഫ് എഡിറ്റർ സി എൽ തോമസ് ആണ്. സി എൽ തോമസ്, ഈ തോമസ് ചാഴിക്കാടൻ സിറ്റിംഗ് എം പി ആണ്, നേരത്തെ MLA ആയിരുന്നു, ദീർഘകാലമായി കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ പരിസരങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ സജീവമാണ്. ആ നിലയ്ക്കൊരു അഡ്വാൻറ്റേജ് തോമസ് ചാഴിക്കാടനുണ്ടോ? തീർച്ചയായിട്ടും അതൊരു തോമസ് ചാഴിക്കാടൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. മാത്രമല്ല, എം പി എന്നുള്ള നിലയിൽ ഒരു പൊതു സ്വീകാര്യനാണ് തോമസ് ചാഴിക്കാടൻ. മറ്റൊരു കാര്യം, എം പി ഫണ്ട് 100% വിനിയോഗിച്ച കേരളത്തിലെ ഏക എം പി ആണ് തോമസ് ചാഴിക്കാടൻ. പിന്നെ സുതാര്യമായ ഒരു പൊതുപ്രവർത്തന ജീവിതം അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജാണ്. ഇതുവരെ പൊതുജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപണത്തിൻ്റെ ഒരു നിഴലും വീണിട്ടില്ല. പിന്നെ മാത്രമല്ല, അയലത്തെ ഒരാൾ എന്ന പോലെയാണ് കോട്ടയത്ത് ചാഴിക്കാടൻ. അതായത് ഏത് സമയത്തും ആക്സസിബിൾ ആയിട്ടുള്ള ഒരാൾ. സാമാന്യമായി ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾ. അങ്ങനെ കോട്ടയത്ത് അദ്ദേഹം എം പി ആയിരുന്നു. ഏറ്റുമാനൂരിൽ വളരെ വർഷങ്ങൾ MLA ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടയത്തിന് സുപരിചിതരാണ് ചാഴിക്കാടൻ. അതേപോലെ തന്നെ ശ്രീ ഫ്രാൻസിസ് ജോർജിനും ഇതെല്ലാം ബാധകമാണ്. അദ്ദേഹം ഇടത് മുന്നണിയുടെ എം പി ആയിട്ടാണ് ഇത്രയും കാലം തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് ഒരു തമാശ, ഇത്രകാലം ഇടത് മുന്നണി ഇതേ വിശേഷങ്ങളൊക്കെ ഫ്രാൻസിസ് ജോർജിനും ചേരും. ജനകീയനാണ്, സുതാര്യമായ ജീവിതമാണ്, ഒരു തരത്തിലുള്ള ആരോപണങ്ങളിലും നേരിടാത്ത വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹം കോട്ടയത്ത് ആദ്യമാണ്. നേരത്തെ ഇടുക്കിയിൽ നിന്നാണ് അദ്ദേഹം എം പി ആയിരുന്നത്. കോട്ടയത്ത് അദ്ദേഹത്തിന് ആദ്യത്തെ മത്സരമാണ്. പക്ഷേ കേരള കോൺഗ്രസിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് കുറച്ചുകൂടെ വൈകാരികമായൊരു അടുപ്പം ഒരുപക്ഷെ ഫ്രാൻസിസ് ജോർജിനോട് ഉണ്ടാവാം. കാരണം അതിൻ്റെ സ്ഥാപക നേതാവ് KM ജോർജിൻ്റെ മകനാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇടുക്കിയിലെ സ്വീകാര്യത ഫ്രാൻസിസ് ജോർജിന് ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് അവകാശപ്പെടാൻ സാധിക്കുമോ? രാജീവ്, ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ദേശം കണക്കാക്കിയുള്ള ഒരു സ്വീകാര്യത അല്ല വാസ്തവത്തിൽ ഇലക്ഷൻ്റെ ഇഷ്യൂ ആയിട്ട് വരിക എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മൾ നോക്കില്. ഫ്രാൻസിസ് ജോർജ്, ഞാൻ നേരത്തെ തോമസ് ചാഴിക്കാടനെ കുറിച്ച് പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും ഫ്രാൻസിസ് ജോർജിനും ചേരുന്നതാണ്. ഇവിടെയുള്ള തോമസ് ചാഴിക്കാടന് ഈ മണ്ഡലത്തിൽ കൂടുതൽ പരിചയമുണ്ട്. അത്ര പരിചിതനല്ല ഫ്രാൻസിസ് ജോർജ്. അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുപ്രശ്നങ്ങളിൽ ഫ്രാൻസിസ് ജോർജിന് ഇടപെടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി വ്യക്തിത്വങ്ങളെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ. പിന്നെ നേരത്തെ വൈകാരികമായ അടുപ്പത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അതിന് കേരള കോൺഗ്രസ് വൈകാരികമായി കോട്ടയം ജില്ലയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് KM മാണിയോട് തന്നെയാണ്. KM ജോർജ് ഈ പാർട്ടിയുടെ സ്ഥാപക നേതാവാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ പോലും കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള അത് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈകാരികമായ കേരള കോൺഗ്രസ്സുകാരുടെ ഒരടുപ്പം KM ജോർജിനേക്കാൾ കോട്ടയം ജില്ലയിൽ തീർച്ചയായിട്ടും KM മാണിയോട് തന്നെയാണ്. പക്ഷേ KM ജോർജ് ആദരണീയനായ വ്യക്തിയായിട്ട് തന്നെയാണ് കോട്ടയത്ത് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആനുകൂല്യം ചെറിയ തോതിൽ ഫ്രാൻസിസ് ജോർജിന് കിട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. 2 കേരള കോൺഗ്രസുകൾ എടുത്താൽ ആർക്കായിരിക്കും ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കൂടുതൽ സ്വാധീനം എന്നൊരു ചോദ്യമുണ്ടല്ലോ. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആസ്ഥാനമായ പാല കഴിഞ്ഞാൽ അവർക്ക് മറ്റ് മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ടോ? സ്വാധീന ശക്തി തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിൽ ഈ 2 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പാലാ വാസ്തവത്തിൽ കേരള കോൺഗ്രസ് സ്വാധീനം എന്നുള്ളതിനേക്കാൾ KM മാണി സ്വാധീനമാണ് പാലയിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയും ചെയ്തതാണ്. KM മാണി മത്സരിക്കാതിരുന്ന ഒരു അവസ്ഥയിൽ
അവിടെ കേരള കോൺഗ്രസ് തോറ്റു. അതും കോട്ടയം ജില്ലയിൽ നിന്ന് 3 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജയിച്ച ഒരു ഇലക്ഷനിൽ പാലയിൽ കെ എം മാണിയുടെ മകനായിട്ടുള്ള ജോസ് കെ മാണി തോൽക്കുന്നതാണ് നാം കണ്ടത്. പക്ഷേ പാലയിലെ കേരള കോൺഗ്രസിന് അതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ, ശക്തമായ സംഘടനാ സംവിധാനങ്ങൾ തന്നെയുണ്ട്. മാണിസാറിനൊപ്പം നിന്നിരുന്ന തലമുതിർന്ന പല നേതാക്കന്മാരും മാണിസാർ പോയതോടുകൂടി പാലയിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. കൂടുതൽ ജനസ്വാധീനം ഉള്ള പാർട്ടി കോട്ടയം ജില്ലയിൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ്. അതിൽ അവർക്ക് ചെറുതല്ലാത്ത സ്വാധീനം ഏറ്റുമാനൂർ, കടുത്തുരുത്തി, കോട്ടയം എന്നീ മണ്ഡലങ്ങളിലുണ്ട്. പാലായിലും സ്വാഭാവികമായ സ്വാധീനമുണ്ട്. ആ തരത്തിൽ കേരള കോൺഗ്രസ് എന്നുള്ള നിലയിൽ ഉള്ള ഒരു സ്വാധീനം ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം ജില്ലയിലില്ല. അത് കോട്ടയം ജില്ലയിലെ മാത്രം കാര്യമല്ല, സംസ്ഥാനത്ത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ കോട്ടയമാണ് ഇതിൻ്റെ കേന്ദ്രം എന്നുള്ളത് ശരിയാണ്. ഇടുക്കിയുമുണ്ട്.